നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവരുന്നത് നിങ്ങൾ ഏവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോ സീരീസുകളൊന്നാണ്. ഇന്ന് റോഡ് വീഡിയോ സീരീസാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിൽ തന്നെ നാഷണൽ ഹൈവേ 66-ൻ്റെ ഡെവലപ്മെൻറ്റുമായി ഒരു മേജർ വീഡിയോ ആയിട്ട് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. നാഷണൽ ഹൈവേ 66 നമ്മുടെ കന്യാകുമാരി മുതൽ പൻവേൽ വരെ നീണ്ടു കിടക്കുന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ദേശീയപാത. ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയാണ്. അതായത് കേരളത്തിൻ്റെ സിംഹഭാഗവും ഈ ദേശീയപാത കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റിനെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാത കൂടിയാണിത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നോക്കിയാലും നമ്മുടെ കേരളത്തിൻ്റെ നേർരേഖയായിട്ടാണ് ഈ ഒരു പാത കടക്കുന്നത്. മിക്കവാറുമുള്ള എല്ലാ ജില്ലകളിലൂടെയും ഈ പാത കടന്നു പോകുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് കമ്മ്യൂട്ടിനായാലും അതുപോലെ തന്നെ ട്രേഡ്, അതുപോലെ തന്നെ ഗുഡ്സ് മൂവ്മെൻറ്റ്, ഇതിനെല്ലാം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പാത കൂടിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളായ കൊച്ചി, അതുപോലെ തന്നെ വിഴിഞ്ഞം, പിന്നെ ഭാവിയിൽ വരാൻ പോകുന്ന മംഗലാപുരം പോർട്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാതയും കൂടിയാവും ഇത്. അപ്പോൾ അതൊക്കെ ഒരു മേജറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ ചെറു തുറമുഖങ്ങളായ കോഴിക്കോടിനെയും അതുപോലെ തന്നെ കൊല്ലത്തെയും പോലും നമുക്ക് ഈ പാത വഴി ബന്ധിപ്പിക്കാനാവും. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ അർത്ഥം കീറി പരിശോധിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു പാതയിൽ എവിടെയൊക്കെയാണ് ടോള് വരുന്നത്? ടോള് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. അതായത് നമ്മുടെ മിക്കവാറുമുള്ള ഇന്ത്യയിലെ പല റോഡുകളിലും ടോൾ കൊടുത്തു തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലൂടെ പോയിട്ടുള്ളവർക്കറിയാം, വളരെ മികച്ച റോഡുകളാണ്. ഈ റോഡുകളിൽ നമ്മൾ ടോൾ കൊടുക്കുന്നതിന് തിരിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ വാഹനം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ, അതായത് സമയബന്ധിതമായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതാണല്ലോ പ്രാധാന്യം. അതിന് നമുക്ക് സമയത്തിന് നമുക്ക് ഇത്ര വിലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വിലമതിക്കാത്ത ഒന്നാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. നമ്മുടെ തലപ്പാടി മുതൽ നമ്മുടെ കാരോട് വരെ നമ്മുടെ റോഡ് പണികൾ നടക്കുവാണ്. അതായത് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അപ്പോൾ നിയർ ഫ്യൂച്ചറിൽ അത് തീരാനായിട്ട് സാധ്യതയുണ്ട്. 2025 കൂടി തീരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഒരു വർഷം മുന്നോട്ട് പോയെന്ന് വരാം. അതൊക്കെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമുക്ക് കരാറുകാരെയൊക്കെ ബന്ധിപ്പിച്ചായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും നമുക്ക് 2025 അവസാനത്തോട് കൂടിയിട്ട് എല്ലാ റോഡുകളും വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ടോളുകൾ അതെവിടെ നിന്നാണെന്നറിയണം. എത്രയാണ് നിരക്കെന്നൊക്കെ നിങ്ങൾക്കറിയണ്ടേ? അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് കാസർഗോഡ് ജില്ല നോക്കാം. കാസർഗോഡ് 2 ടോളുകളാണ് വരുന്നത്, പുല്ലൂരും അതുപോലെ തന്നെ പെരിയയും. കണ്ണൂർ കല്യാശ്ശേരിയിലാണ്. കോഴിക്കോട് മാമ്പുഴ പാലത്തിലാണ് ടോൾ വരുന്നത്. മലപ്പുറത്ത് വരുന്നത് വെട്ടിച്ചിറയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയിലാണ് ടോൾ ബൂത്ത് വരുന്നത്. എറണാകുളത്ത് കുമ്പളത്താണ്. ആലപ്പുഴയിൽ കോമാടിയിലാണ്. കൊല്ലത്ത് ഓച്ചിറയിലായിരിക്കും ടോൾ പ്ലാസ വരുന്നത്. ഇതുകൂടാതെ ഒരു ടോൾ പ്ലാസ കൂടെ വരുന്നുണ്ട്. അതെവിടെയാണെന്ന് ഇതുവരെയ്ക്കും നിശ്ചയമായിട്ടില്ല. തിരുവനന്തപുരത്ത് ആൾറെഡി തന്നെ ഒത്തിരി വിവാദമായ തിരുവല്ലം പ്ലാസയുണ്ട്. ഇതുകൂടാതെ മറ്റൊന്നും കൂടി വരും, അതിൻ്റെയും സ്ഥലം നിശ്ചയിച്ചിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ടോൾ നിരക്കുകൾ നോക്കാം. തലപ്പാട്, തളിപ്പറമ്പ്, മുഴുപ്പിലങ്ങാട് 146.3 കിലോമീറ്റർ. ഇവിടെ ടോൾ നിരക്കുകൾ എങ്ങനെയാണ്? കാർ 182, മിനി ബസ് 293, ബസ് 614. ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷൻ നോക്കാം. ടോൾ ബൂത്ത് ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ മുഴുപ്പിലങ്ങാട്, രാമനാട്ടുകര, വളാഞ്ചേരി 130 കിലോമീറ്ററാണ് വരുന്നത്. ഇവിടുത്തെ നിരക്കുകൾ എത്രയാണെന്ന് നോക്കാം. കാറ് 175, മിനി ബസ് 283, ബസ് 593. ഇനി അടുത്ത ഒരു സെക്ഷൻ നോക്കാം. വളാഞ്ചേരി, കൊടുങ്ങല്ലൂർ, എടപ്പള്ളി. ഇവിടെയും 130 കിലോമീറ്ററാണ് വരുന്നത്. 170 രൂപയാണ് കാറിന് ഇവിടെ ഈടാക്കാനായി പോകുന്നത്. മിനി ബസ്സിന് 267 രൂപയാണ്, ബസ്സിന് 565 രൂപയാണ്. ഇനി അടുത്തൊരു സെക്ഷനായ ഇടപ്പള്ളി, തുറവൂർ, കൊല്ലം നോക്കാം. ഇതിന്റെ ദൂരം എന്ന് പറയുന്നത് 136 കിലോമീറ്റർ ആണ്. ഇവിടെ കാറിന്റെ ടോൾ എന്ന് പറയുന്നത് 243 രൂപയാണ്. മിനി ബസ് 389 രൂപ, ബസ് 820 രൂപ. ഇനി അവസാനത്തെ സെക്ഷൻ എന്ന് പറയാവുന്ന കൊല്ലം കഴക്കൂട്ടം കാരോട്. ഇവിടെ ടോട്ടൽ 103 കിലോമീറ്റർ ആണ് വരുന്നത്. ഇനി ഇവിടെ കാറിന് എത്രയാണ് ടോൾ എന്ന് നോക്കാം. 150, മിനി ബസ് 237, ബസ് 500. അപ്പോൾ നമ്മൾ ടോട്ടൽ ദൂരം നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ 645 കിലോമീറ്റർ ആണ് വരുന്നത്. ഇതിൽ കാറിന് സഞ്ചരിക്കാൻ മാത്രം ഏകദേശം 917 രൂപയാണ് ആകുന്നത്. അതായത് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ സഞ്ചരിക്കാനാണ്.
മിനി ബസ്സിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ 1468 രൂപയാവും. അതുപോലെ തന്നെ ബസ്സിലാണെങ്കിൽ 3093 രൂപ. ഇത് ഒരാൾക്കല്ല കേട്ടോ, ബസ്സിനാണ്. കാറാകുമ്പോൾ കാറിലെ ടോട്ടൽ ആണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പാതയിലൂടെ യാത്ര ചെയ്യാനായിട്ട് ആവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ടോള് കൊടുത്ത് പോകുന്നതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരാനും സാധ്യതയുണ്ട്. സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടോളിംഗ് സിസ്റ്റം ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ ടോളൊന്നും അധികം നമ്മളെ വണ്ടിയിൽ നിന്ന് ഇടാവാറില്ല. പക്ഷേ ഈ സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റം വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയൊരു ഡിസ്റ്റൻസ് കവർ ചെയ്താൽ പോലും നമുക്ക് ടോള് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതികളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. നൂതനമായിട്ടുള്ള ടെക്നോളജിയും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള നമ്മുടെ നാഷണൽ ഹൈവേയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. വളരെ മികച്ച രീതിയിൽ പണി ചെയ്യുന്ന ഈ റോഡുകൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാകട്ടെ. എത്രയും പെട്ടെന്ന് നമുക്കെല്ലാവർക്കും ഇതിലൂടെ സഞ്ചരിക്കാനായിട്ടുള്ള ആ ഒരു പ്രാപ്തി പെട്ടെന്ന് നമുക്ക് ലഭിക്കട്ടെ. നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് നമ്മുടെ റോഡുകളെന്ന് പറയുന്നത്. ഇപ്പോൾ പലയിടത്തും പണി നടക്കുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലരും അനുഭവിക്കുന്നുണ്ട്. ഫാസ്റ്റായിട്ടൊന്ന് എല്ലാവരും കൂടെ ഒന്ന് പ്രയത്നിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഇത് കേരളത്തിന് വളരെയധികം മുതൽക്കൂട്ടുകയാവുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം ബ്രേണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ്പ് വാച്ചിങ് ക്രോസ് കേരള.